സാധാരണ വെള്ളരിക്ക പച്ചടി, പാവയ്ക്ക പച്ചടി, വെണ്ടയ്ക്ക പച്ചടി, അങ്ങനെ പലതരം പച്ചടി എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ടാവും അല്ലേ? പപ്പായ കൊണ്ടുള്ള ഒരു പച്ചടി ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ? ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാനിവിടെ പപ്പായയുടെ പച്ചടി ഉണ്ടാക്കാൻ പോവുകയാണ്. വരും. പപ്പായ പച്ചടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കിപ്പോൾ നോക്കാം. ഇത് നമ്മൾ വെള്ളരിക്കയൊക്കെ ചെറുതായിട്ട് പച്ചടിക്ക് അരിയുന്ന പോലെ അരിഞ്ഞെടുക്കുക. അതിൻ്റെ കൂടെ ഒരു പച്ചമുളക് വട്ടത്തിൽ ചെറുതായിട്ട് അരിഞ്ഞു വെക്കുക. പിന്നെ ജീരകം വേണം. ഇത് തൈരാണ്, ഒരു 3/4 കപ്പുണ്ട്. ഇത് തേങ്ങ, 1 കപ്പ് തേങ്ങയും 3 പച്ചമുളകും ഈ ജീരകവും കൂടെ നമുക്ക് അരച്ചെടുക്കണം, മിക്സിയിൽ അരച്ചെടുക്കണം ഇതിന് വേണ്ടിയിട്ട്. ഇത് ഉപ്പാണ്. ഇത് കടുവറക്കാൻ കടുക്, മുളക്, കറിവേപ്പില, ഇത് എണ്ണ. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം ഈ പപ്പായ നമുക്ക് ചട്ടിയിൽ നമുക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. അതും ഈ ഒരു പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്ത്, ഒരു ശകല ഉപ്പും കൂടെ ചേർത്ത്, ഇച്ചിരി വെള്ളം ഒഴിച്ച് നമുക്ക് അരിഞ്ഞെടുക്കണം. അടുപ്പ് കത്തിച്ച് നമുക്ക് ഇതിലോട്ട് വെള്ളം ഒഴിക്കാം. ഇത് വേവേണ്ട ആവശ്യമുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലപോലെ വെന്ത് നല്ല യോജിച്ച് വരണം. വെന്ത് യോജിച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് തേങ്ങയും ജീരകവും പച്ചമുളകും കൂടെ നല്ല മയത്തിൽ അരച്ചെടുത്തിട്ട് ഇതിലോട്ട് ചേർക്കണം. ഇതൊന്ന് അടച്ചു വെച്ച് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം നമ്മൾ അടച്ചു വെച്ച് വേവിക്കാൻ വെച്ച് വെന്തോ നോക്കാം. വെന്തിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് അരച്ച് വെച്ച് തേങ്ങ ചേർത്ത് ഒന്ന് ചൂടാക്കി എടുക്കാം. ഈ സ്പൂണ് വെച്ച് നല്ല ഒന്ന് ഉടച്ച്, അങ്ങനെ ഉടയത്തില്ല, വെള്ളരിക്ക പോലെ നല്ല ഉടയത്തില്ല, എന്നാലും ഒന്ന് ചെയ്ത് ഇതിലോട്ട് നമുക്ക് തേങ്ങ ചേർക്കാം. തേങ്ങ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യണം. എന്നിട്ട് ഒന്ന് തിള വരുന്ന സമയത്ത് നമുക്ക് ഈ പാത്രത്തേങ്ങ അരച്ച് ഇതിൽ ഇച്ചിരി വെള്ളം ചേർത്ത് ഇതൊന്ന് തിളയ്ക്കണം. ഇതൊന്ന് ചെറുതായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് വാങ്ങാം. എന്നിട്ട് നല്ലപോലെ തണുത്തതിന് ശേഷം നമുക്ക് തൈര് ചേർത്തിട്ട് കടുക് വറുത്ത് താളിച്ച് കഴിഞ്ഞാൽ നല്ല അസലൊരു പച്ചടിയായി. ഒരു ഡിഫറെൻ്റ് ടേസ്റ്റിലുള്ള സ്വാദിഷ്ടമായ നാടൻ പച്ചടി. പപ്പായ നമ്മുടെ നാട്ടിൽ എല്ലാ വീട്ടിലും, ഒരുവിധപ്പെട്ട എല്ലാ വീടുകളിലും പപ്പായ ഉണ്ടാവും. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഒരു പ്രയാസവും ഇല്ല, ബുദ്ധിമുട്ടും ഇല്ല. അത് തിളയ്ക്കുന്നുണ്ട്. നമുക്ക് തീയങ്ങ് ഓഫ് ചെയ്തിട്ട് തണുത്തിട്ട് നല്ലപോലെ തണുത്തിട്ട് നമുക്ക് തൈര് ചേർത്താൽ മതി. ഇല്ലെങ്കിൽ തൈര് പിരിഞ്ഞു പോകും. നമുക്ക് തീയങ്ങ് ഓഫ് ചെയ്യാം. ഇത് എന്നിട്ട് നന്നായിട്ടൊന്ന് തണുക്കട്ടെ. തണുത്തതിന് ശേഷം നമുക്ക് തൈരും ചേർത്ത് കടുകും വറുത്ത് താളിക്കാം. അതുപോലെ തണുത്തിട്ടുണ്ട് പപ്പായ, നമ്മൾ നേരത്തെ തണുക്കാൻ വെച്ചത്. അതിലോട്ട് നമുക്ക് തൈര് നല്ലപോലെ, അധികം പുളിയില്ലാത്ത തൈര് മതി, ഉടച്ച് നമുക്ക് ഇതിലോട്ട് ചേർക്കാം. ശകലം വെള്ളം കൂടെ ഇതിൽ മിക്സ് ചെയ്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് യോജിപ്പിക്കുക. നമ്മൾ അടിപൊളി പപ്പായ പച്ചടി റെഡിയായി. ഇതിലോട്ട് ഇനി നമ്മൾ ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ ഒന്ന് നോക്കിക്കൊള്ളണം. കുറവാണെങ്കിൽ അല്പം ഉപ്പും കൂടെ ചേർത്ത് നമ്മൾ കണക്കിന് റെഡിയാക്കി എടുക്കുക. ഇതിലോട്ട് ഇനി നമ്മൾ കടുകും കൂടെ വറുത്ത് താളിച്ച് കഴിഞ്ഞാൽ നല്ല സൂപ്പർ പപ്പായ പച്ചടി റെഡിയായി. നമ്മൾ കടുക് വറുത്ത് അത് ഇതിലോട്ട് നമുക്ക് ചേർക്കാം. നമ്മൾ അടിപൊളി പപ്പായ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്.
നല്ല സൂപ്പർ ടേസ്റ്റാണ്. അങ്ങനെ നമ്മുടെ ഒരു ഡിഫറൻ്റായ പപ്പായ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ.